നമ്മൾ ഏത് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാലും ആ അപേക്ഷയിൽ പലപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾ ഉണ്ടാകാം. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്താൽ ഇതുപോലുള്ള അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്നവർക്ക് അത് ഗുണപ്രദമാകും. ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ച് നമ്മുടെ പബ്ലിക്കിന്റെ ഇടയിലുള്ള അവരുടെ ആ ഒരു കാഴ്ചപ്പാട്, അവരുടേതായിട്ടുള്ള ചില കമന്റ്സിന്റെ രൂപത്തിൽ ഒരു വീഡിയോ വഴി പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോ കാണാനിടയായ മോട്ടോർ വാഹന വകുപ്പിലെ എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം എനിക്ക് ഒരു ശബ്ദ സന്ദേശം അയച്ചിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മൾ ഏത് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാലും ആ അപേക്ഷയിൽ പലപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾ ഉണ്ടാകാം. ഉദാഹരണം, ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ അതിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പല ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഡോക്യുമെന്റ്സ് പലപ്പോഴും അത് വ്യക്തമല്ലാത്ത രീതിയിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നു. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഏത് ഫോർമാറ്റിലായിരിക്കണം ഇത് അപ്ലോഡ് ചെയ്യപ്പെടേണ്ടത്, എത്ര കിലോ ബൈറ്റ്സിലായിരിക്കണം ഇത് അപ്ലോഡ് ചെയ്യപ്പെടേണ്ടത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഇത് നമ്മുടെ ഈ അക്ഷയ സെന്ററുകാർ ചെയ്താലും MVD ഓൺലൈൻ സെന്ററുകൾ ചെയ്യുമ്പോഴും പലപ്പോഴും അത് വേണ്ട രീതിയിൽ അതിന്റെ ആ ക്വാളിറ്റി ലഭിക്കാത്തത് കൊണ്ട് ഇവർക്ക് അത് പല കേസുകളിലും ഇത് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ ആ ആപ്ലിക്കേഷനിൽ ഒരു മെസ്സേജോട് കൂടി, ഒരു റിമാർക്കോട് കൂടി അത് റിവേർട്ട് ചെയ്യുന്നുണ്ട്. അത് റിവേർട്ട് ചെയ്തിട്ടുണ്ടോ, ഒരു ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രിന്റിന് വേണ്ടി മാത്രം കാത്തിരുന്നാൽ ആ നടപടിക്രമം അത് പൂർത്തിയാക്കാൻ കഴിയാതെ അത് പെൻഡിങ് ആകുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചത്. ഇപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് വിത്തിൻ 1 വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് അപ്രൂവൽ ആകുന്നുണ്ട്. പക്ഷെ ഇത് അപ്രൂവൽ ആയാലും ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രിന്റ് കിട്ടാനായിട്ട് താമസം വരും. കാരണം പെൻഡിങ് ആയിട്ടുള്ള പ്രിന്റിംഗ് മുഴുവൻ കഴിഞ്ഞാലേ നിലവിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന്റെ അതിന്റെ പ്രിന്റ് അതിലേക്ക് പ്രിന്റ് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നതല്ലാണ്. അതുപോലെ ഈ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള അപേക്ഷയിൽപ്പെട്ട ഒന്നാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ്. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകുമ്പോൾ അത് ഒരിക്കലും സബ് RTO ഓഫീസുകളിലേക്ക് ആ അപേക്ഷ സമർപ്പിക്കപ്പെടരുത്. ഇപ്പൊ നിങ്ങൾ ഒരു സബ് RTO ഓഫീസിന്റെ പരിധിയിലാണ് നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് എങ്കിലും നിങ്ങൾ ഈ അപേക്ഷ വെക്കേണ്ടത് RTO ഓഫീസിലേക്കാണ്. അപ്പൊ അങ്ങനെ RTO ഓഫീസ് തെരഞ്ഞെടുത്ത് അപേക്ഷ സമർപ്പിച്ചില്ലെങ്കിൽ, കാരണം ഒരു RTO ഓഫീസിന്റെ കീഴിൽ 3ഉം 4ഉം സബ് RTO ഓഫീസുകൾ ഉണ്ടാകാം. അപ്പോൾ അവര് ചെയ്യേണ്ടത് ആ സബ് RTO ഓഫീസ് വരുന്ന RTO ഓഫീസ് ഏതാണ് അങ്ങോട്ടേക്കായിരിക്കണം ഈ അപേക്ഷ നമ്മൾ സമർപ്പിക്കപ്പെടേണ്ടത്. അല്ലെങ്കിൽ ആ പ്രോസസ്സും അവിടെ നിന്നു പോകും. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം എന്നാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത്. എന്തും അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം മോട്ടോർ വാഹന വകുപ്പിന്റെ അനാസ്ഥ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പഴി കേൾക്കാൻ അദ്ദേഹം ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം എനിക്ക് അയച്ചു തന്നത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്താൽ ഇതുപോലുള്ള അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്നവർക്ക് അത് ഗുണപ്രദമാകും.